നടിയെ ആക്രമിച്ചതിൽ പുനരന്വേഷണം വേണമെന്ന ഹർജിയിൽ നിന്നും ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനാണ് കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയത്. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ പുനരന്വേഷണം വേണമെന്നായിരുന്നു ഹർജി. അതിജീവിതം നേരത്തെ സമാന പരാതി നൽകിയപ്പോൾ ജുഡീഷ്യൽ രജിസ്ട്രാറായിരുന്നു ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിത പരാതി നൽകിയപ്പോൾ, ഹർജി നൽകിയപ്പോൾ അന്ന് ജുഡീഷ്യൽ രജിസ്ട്രാർ ആയിരുന്നു എന്ന കാരണമാണോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇദ്ദേഹം ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നതിനും പിന്മാറിയത്? അങ്ങനെയെങ്കിൽ ഇനി അടുത്ത നടപടിക്രമങ്ങൾ എന്തായിരിക്കും? ഈ സമയത്ത്, അതായത് നേരത്തെ നമുക്കറിയാം, അതിജീവിത ഇത്തരത്തിൽ മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നു, അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പരാതി നൽകിയിരുന്നു. ആ സമയത്ത്, അതായത് അന്ന് സിംഗിൾ ബെഞ്ച് അങ്ങനെയാണ് പരാതിയിൽ അന്വേഷണം വേണമെന്ന് ഉത്തരവിടുകയും അത് വീണ്ടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ആ പരാതി അന്വേഷിക്കുകയും 3 തവണ മെമ്മറി കാർഡ് ടാമ്പറിംഗ് നടന്നുവെന്ന് ഫോറൻസിക് റിപ്പോർട്ട് അടക്കം ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ തുടർ നടപടികൾ ഉണ്ടായില്ല. തുടർ നടപടികൾ ആവശ്യപ്പെട്ട് വീണ്ടും നടിയൊരു ഉപഹർജി നൽകുകയുണ്ടായി. അത് ഉപഹർജി ആയതുകൊണ്ട് അത് പുതിയൊരു ഹർജിയായി ഫയൽ ചെയ്യാൻ അന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. ആ നടപടികളായിരുന്നു മുൻപ് മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. പക്ഷേ ആ സമയത്താണ് ഭരണനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ച് ജഡ്ജ് ജോബിൻ സെബാസ്റ്റ്യൻ. ആ സമയത്ത് അതിന്റെ ഭരണനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചത്. രാവിലെ ഈ കേസ് പരിഗണിക്കുമ്പോൾ വിശദമായി വാദം കേൾക്കേണ്ടതുണ്ട് എന്ന കോടതി പറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ്, പിന്നീട് വിശദമായ വാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജഡ്ജി പിന്മാറുന്നതായി അറിയിച്ചത്. ഇനി തുടർ നടപടികളുള്ളത് ചീഫ് ജസ്റ്റിസ് ഇനി ഏത് ബെഞ്ച് ഈ കേസ് വാദിക്കണം, ഏത് ബെഞ്ചിലേക്ക് ഈ കേസ് ഹർജി നൽകണം എന്നുള്ള കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അതുവരെ ഈ തുടർ നടപടികൾ ഉണ്ടാകില്ല. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാ വിധി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അധികം ചർച്ചയായിരുന്ന പ്രധാനപ്പെട്ട തെളിവാണ് ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ. മാത്രമല്ല, ഈ കുറ്റാരോപിതർ അടക്കമുള്ള ആളുകൾ, കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ള അടക്കമുള്ള ആളുകൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ആവശ്യവും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, SIT മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണം നടത്തണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. അതായത് പുതിയ SIT ഉണ്ടാവണം, SIT മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണം. അതേസമയം തന്നെ ഈ കേസ് രാവിലെ പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് ചോദിച്ചതാണ്, ഇത് ഭരണനിർവഹണ വിഭാഗത്തിന് പരാതി നൽകിയിരുന്നോ, ഈ കേസിൽ നടപടിയെടുത്തില്ല എന്നുള്ള സാഹചര്യത്തിൽ പരാതി നൽകിയിരുന്നോ എന്ന് ചോദിച്ചതെന്നാണ് അതിജീവിതയുടെ അഭിഭാഷകരുടെ ഈ വിഷയം ചോദിച്ചത്. മാത്രമല്ല, ഇതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നതാണ്. സുപ്രീം കോടതി അഭിഭാഷക ബൃന്ദ ഗ്രോവർ ആണ് നടിക്ക് വേണ്ടിയിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരായിരിക്കുന്നത്. എന്തായാലും പുനരന്വേഷണം ആവശ്യമാണ് എന്നാണ് നടിയുടെ ആവശ്യം. നമുക്കറിയാം, അങ്കമാലി മജിസ്ട്രേറ്റ് അലീന റഷീദ്, ശിരസദാർ താജുദ്ദീൻ, അതുപോലെ സീനിയർ ക്ലർക്ക്, കോടതി സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ തുടങ്ങിയവരാണ് വിവിധ ഘട്ടങ്ങളായി 3 തവണ മെമ്മറി കാർഡ് പരിശോധിച്ചത്. അതേ തുടർന്നാണ് ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയത്. അതേസമയം വിഷ്വൽസ്, അതിലുണ്ടായിരുന്ന ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് ഹാഷ് വാല്യൂ മാറിയതെന്നുള്ള തർക്കം നിലനിന്നത്. അതേസമയം വിദഗ്ധർ ആ വിഷയത്തിൽ ഈ മെമ്മറി കാർഡ് മറ്റേതെങ്കിലും ഫോണിലോ ഡിവൈസിലോ ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ ഹാഷ് വാല്യൂ മാറും എന്നുള്ള നിഗമനത്തിലെത്തുകയും അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് അടക്കമാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജാണ് ഈ കേസ് അന്വേഷണം നടത്തിയിരുന്നതും. അതിന്റെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിലെ ആളുകൾ, അല്ലെങ്കിൽ ഈ ജഡ്ജിന്റെ സഹപ്രവർത്തകരായ ആളുകളാണ് പ്രതികൾ. അതുകൊണ്ടാണ് അതിൽ നടപടിയെടുക്കാത്തതെന്നായിരുന്നു അതിജീവിതം ഉന്നയിച്ച പ്രധാനപ്പെട്ട പരാതി. അതായിരുന്നു തുടരന്വേഷണം നടന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മെമ്മറി കാർഡ് ടാമ്പറിംഗ് നടന്നു എന്ന് ഫോറൻസിക് റിപ്പോർട്ട് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അത് ആരൊക്കെ ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. അത് കോടതിയുടെ അണ്ടർ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് ഈ മെമ്മറി കാർഡ് ഇഷ്യൂ ഉണ്ടാകുന്നത്. അതായിരുന്നു പ്രധാനപ്പെട്ട പരാതിയായിട്ട് നടി ആ സമയത്തും ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടുള്ള പരാതി പരിഗണിക്കുന്നതിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി വർഗീസിനെതിരെ വലിയ വിമർശനം
ആരോപണമായിരുന്നു ഉന്നയിക്കപ്പെട്ടിരുന്നത്. ഇത് വീണ്ടും ഹൈക്കോടതി പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നടി കോടതിയിലെത്തിയത്. ഈ ഫോറൻസിക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ SIT വീണ്ടും അന്വേഷണം നടത്തണം, അത് ഫോറൻസിക് പരിശോധന വേണമെങ്കിൽ നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തന്നെയാണ് നടി കോടതിയിൽ ഈ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും ആ ഹർജി വീണ്ടും പരിഗണിക്കും. പക്ഷേ അത് ഏത് വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നടി ആക്രമിച്ചതിൽ പുനരന്വേഷണം വേണമെന്ന ഹർജിയിൽ നിന്നും ജഡ്ജി പിന്മാറിയിരിക്കുന്നു. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനാണ് കേസ് കേൾക്കുന്നതിന് പിന്മാറിയത്. ഇനി ഒരു പക്ഷേ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ബെഞ്ചിലേക്ക് ഈ കേസ് കൈമാറണം. പക്ഷെ അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഈ കേസ്. അതായത് നടിയാക്രമണ കേസ് അട്ടിമറിക്കപ്പെട്ടതിൽ പല പ്രതികളും ദിലീപടക്കമുള്ള പല പ്രതികളും അവരെ കുറ്റവിമുക്തരാക്കിയതിൽ പോലും ഇത്തരം തിരിമറികളുണ്ടായി എന്നാണ് അതിജീവിത ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അതിനിർണായകമാണ് ഈ മെമ്മറി കാർഡിൽ ഹാഷ് വാല്യൂ ചോർന്നതുമായി ബന്ധപ്പെട്ട വിവാദം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.